അടുത്തതായിട്ട് ഡിവിഷനാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഡിവിഷൻ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് സംഖ്യയിൽ നിന്നാണോ ഏത് സംഖ്യ ഡിവൈഡ് ചെയ്യേണ്ടത് അത് നമ്മൾ നമുക്ക് തന്നിട്ടുള്ള നമ്പറിൻ്റെ 35 ആണെന്ന് വെച്ചാൽ 35 ഡിവൈഡഡ് ബൈ 5. നമുക്ക് 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഇതിൽ 5 ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് മുഴുവനായിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫസ്റ്റിൽ മൊത്തമായിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ഈ 5നെക്കാട്ടി ചെറിയ സംഖ്യയാണ്. നമുക്ക് വലിയ സംഖ്യയെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എന്ന് വെച്ചാൽ ഒരു സംഖ്യയിൽ ഈ സംഖ്യ ഉണ്ടായിരിക്കണം എങ്കിലേ നമുക്കതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 5 ഇവിടെ ഒരു 5 ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 5 ഉണ്ട്. അപ്പോൾ നമുക്കത് ഒരു പ്രാവശ്യം നമുക്കത് ഡിവൈഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ടീച്ചർ വളം വെച്ച് കാണിച്ചു തരാം. 1 2 3 4 4 വളയുണ്ട്. അതിൽ ഒരു വളം കൂടി ചേർക്കണം 5. ഈ 5 വളയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു കുട്ടിക്ക് കൊടുക്കണം. ഈ 5 നമ്മൾ ഡിവൈഡ് ഒരാളിന് കൊടുക്കണം, അല്ലെങ്കിൽ 2 പേർക്ക് കൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇതിൽ 5 പകുതിയാക്കി എന്ത് ചെയ്യും? ഒന്നിൽ 2 ഒന്നിൽ 3 കാണുള്ളൂ. അപ്പോൾ 5 ഡിവൈഡ് ചെയ്യണമെങ്കിൽ 5 അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ 5 ഒരു കുട്ടിക്ക് എന്താ 5 പേർക്കാണെങ്കിൽ 5 ഓരോന്ന് വീതം കൊടുക്കാം. അല്ലാതെ 2 പേർക്ക് ഒരേ സെയിം ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. 5 ഒരു കുട്ടിക്ക് കൊടുക്കണമെന്ന് വെച്ചോളൂ. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് ഭാഗിച്ചങ്ങ് കൊടുക്കും. ഭാഗിക്ക് എന്നും വേണ്ട അങ്ങ് കൊടുക്കാം. അപ്പം ഭാഗിക്ക് എന്നും വേണ്ട അങ്ങ് കൊടുക്കുകയാണ് 5 ആണെങ്കിൽ. പക്ഷേ ഇവിടെ 3 ഉള്ളതുകൊണ്ട് 3 വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടുന്ന് ഈ സംഖ്യയുടെ കടമെടുക്കണം. ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും തൊട്ടടുത്ത സംഖ്യയാണ് ഡിവൈഡ് ചെയ്യുക. നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷനും അഡിഷനും ഒക്കെ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്നാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് തൊട്ടടുത്തുള്ള സംഖ്യയിൽ നിന്നാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഇപ്പം 5ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ 5നെ കൂടെ കടമെടുക്കുമ്പോൾ 35 ആയി. അപ്പോൾ 5ൻ്റെ എൻജോഡി പറഞ്ഞോളൂ, അറിയാമോ? 5 × 1 = 5, 5 × 2 = 10, 5 × 3 = 15, 5 × 4 = 20, 5 × 5 = 25, 5 × 6 = 30, 5 × 7 = 35. അപ്പോൾ 7 കിട്ടിയിരിക്കുന്നത്. 7. അപ്പോൾ 35 വളകൾ കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 7 പേർക്ക് കൊടുക്കാൻ പറ്റും. 35 വള കിട്ടിയാൽ നമുക്ക് 7 പേർക്ക് കൊടുക്കാൻ പറ്റും. 5 വീതം വെച്ച് 35 വള കിട്ടിയാൽ 7 പേർക്ക് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? നമുക്കിനി ഒരു സംശയം, ഇത് കറക്റ്റാണോ എന്ന് നോക്കണേ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത് കറക്റ്റാണോ എന്ന് നോക്കാനായിട്ട് നമ്മൾ ഈ 2 സംഖ്യയും കൂടെ ഗുണിച്ച് നോക്കിയാൽ മതി, ഈ സംഖ്യ കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തത്, അപ്പോൾ 7 കിട്ടി. അത് കറക്റ്റാണോ എന്ന് നോക്കാൻ എന്ത് ചെയ്യണം? 7 × 5. എൻ്റെ പേന പിണങ്ങിയെന്ന് തോന്നുന്നു. നമുക്ക് വേറെ പേന ഒന്നുകൂടെ നോക്കിയോളൂ. ഈ 2 സംഖ്യയും കൂടെ ഗുണിക്കുകയാണ്. 7 × 5. 1 × 5 = 5, 2 × 5 = 10, 3 × 5 = 15, 4 × 5 = 20, 5 × 5 = 25, 6 × 5 = 30, 7 × 5 = 35. ആ സംഖ്യ തന്നെ കിട്ടി. മനസ്സിലായോ? ഇതാണ് മാത്തമാറ്റിക്സ് ഗെയിം 35. അപ്പോൾ ഏത് സംഖ്യ ഡിവൈഡ് ചെയ്താലും നമ്മൾ ഈ ഡിവൈഡ് ചെയ്ത സംഖ്യ നമുക്ക് കിട്ടിയ ഇവിടെ കിട്ടിയ സംഖ്യ നമ്മൾ ഇതാണ് തമ്മിൽ ഗുണിച്ച് നോക്കുമ്പോൾ എന്താണ്? 35 കിട്ടും. 7 × 5 = 35.
അടുത്ത ഇനി നമുക്ക് 10 ആണ് കിട്ടിയിരിക്കുന്നത്. ടെന്നിനോട് നമ്മൾ 2 വച്ച് ഡിവൈഡ് ചെയ്യാണ്. എന്ന് വെച്ചാൽ രണ്ട് പേരാണെന്ന് വെച്ചോളൂ. 2 പേരാണ്. ഇവിടെ 10 വളയും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? 2 പേർക്കായിട്ട് എങ്ങനെ കൊടുക്കും? അപ്പം നമ്മൾ 10 × 5 കൊണ്ട് പറയുക. 10 × 2 × 5 കൊണ്ട് പറയുക. 2 × 1 = 2, 2 × 2 = 4, 2 × 3 = 6, 2 × 4 = 8, 3 × 5 = 10. 2 × 5 = 10 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര കൊടുക്കും? 5. അപ്പോൾ 2 കുട്ടിയൊക്കെ ആയിട്ട് നമുക്ക് 5 വള വെച്ച് കൊടുക്കണം. 5 വള. നോക്കൂ, 10 ആണ്. നോക്കൂ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ഈ 10 വളയെ നമ്മൾ 2 പേർക്കായിട്ട് കൊടുക്കും. 2 പേർക്കായിട്ടാണ് നമുക്ക് 10 വളയുണ്ടെങ്കിൽ നമുക്ക് 2 പേർക്കായിട്ടാണ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ 10 വളയോ എന്തെങ്കിലും 10 ആപ്പിളാണെങ്കിലോ അപ്പോൾ 2 കൊണ്ട് ഹരിച്ചാൽ അപ്പോൾ 2 പേർക്കായിട്ട് ആരെങ്കിലും പറയും, മോനെ ഈ ചോക്ലേറ്റ് കൊണ്ടുവന്ന് 2 പേർക്കായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് 10 ചോക്ലേറ്റ് തരികയാണെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ? എന്ത് ചെയ്യും? അപ്പോൾ 10നെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5. ചോക്ലേറ്റ് ആണെങ്കിൽ എന്ത് വസ്തുക്കളാണെങ്കിലും നമ്മൾ കൗണ്ടിങ്ങുള്ള സംഖ്യയാണെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 2ൻ്റെ മാത്രം മൾട്ടിപ്ലിക്കേഷൻ. ഇതുകൊണ്ടൊന്നുമല്ല പറയേണ്ടത്, 2ൻ്റെ മാത്രം. 2 പേർക്കായിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പറയണം. അപ്പോൾ ആ സംഖ്യ എത്തുമ്പോഴത്തേക്ക് അതാണ് കറക്റ്റ്. അപ്പോൾ എത്ര? 5 കിട്ടും അല്ലേ? 5. 2 × 5 = 10 വരണത്. മനസ്സിലായോ? 2 × 5 = 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഉണ്ടോ? ഇതുപോലെ നമ്മൾ കല്ലോ ചോക്ലേറ്റോ എന്ത് വേണം നമ്മളെടുത്ത് വെച്ച് കുട്ടികളെ കൊണ്ട് കൂടുതൽ കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കണം. ഇതുപോലെ അടുത്ത ഗെയിമായിട്ട് ഞാൻ വീണ്ടും വരും. ഒന്നുകൂടെ പറഞ്ഞുതരാം. 7 × 5 = 35. 7 × 5 = 35. 2 × 5 = 10. അപ്പം 35നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 കിട്ടും. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. ഓക്കെ, ബൈ.